പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിനെ ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളെ മുന്നിലേക്ക് വെക്കുന്നത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് കൂടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതായത് നമ്മളെ വീട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് നമ്മളെ ഹാള്. ആ ഹാളിനകത്ത് നമ്മൾ കയറി വരുന്ന വാതിലിന്റെ മേളിലോ കയറി വരുമ്പം നമ്മൾ കാണുന്ന രീതിയിലോ നമ്മളെ പ്രിയപ്പെട്ട ഒരു മരിച്ചുപോയ ആൾക്കാരുണ്ട്, അവർക്കുള്ള ഫോട്ടോകൾ നമ്മൾ തൂക്കാതിരിക്കുക. ആ ഫോട്ടോകൾ നമുക്ക് മറ്റ് ഇരുവശങ്ങളിലായിട്ടും നമുക്ക് വെക്കുന്നതിന് കുഴപ്പമില്ല. നമ്മളെ പ്രിയപ്പെട്ടവർ മരിച്ച് അവരെ നമ്മൾ ഒഴിവാക്കി കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് മറ്റു ഭാഗങ്ങളിൽ നമ്മൾ അത് ചുമരിൽ തൂക്കുക. ഇങ്ങനെ തൂക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദോഷങ്ങളാണ്. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിന്റെ പ്രധാന വാതിലിന് നേരായിട്ട് കഥ തുറന്ന് നമ്മൾ വെളിയിലോട്ട് നോക്കുമ്പോൾ നമ്മൾ മരങ്ങളൊന്നും നട്ടുപിടിപ്പിക്കാതിരിക്കുക. അത് നമുക്ക് ദോഷമാണ്. തുളസി നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് നമുക്ക് നല്ല കാര്യമാണ്. അതുകൊണ്ട് മറ്റുള്ള വൃക്ഷങ്ങളൊന്നും നട്ടുപിടിപ്പിക്കാതിരിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അതായത് നമ്മൾ കൂർത്ത വസ്തുക്കൾ, അതായത് കത്തി, പിന്നെ ചൂലുകള്, അങ്ങനെ മനോപരമായിട്ടുള്ള സംഭവങ്ങൾ ഒന്നും നമ്മളെ ഹാളിനകത്ത് സൂക്ഷിക്കാതിരിക്കുക. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടില് നമ്മളെ പെൺകുട്ടികളുണ്ടെങ്കിലും അമ്മമാരുണ്ടെങ്കിലും അവർക്കൊക്കെ മുടി കൊഴിച്ചിലുകൾ സാധാരണമാണ്. അതുകൊണ്ട് അവർക്കുള്ള മുടികൾ ഹാളിൽ ഇങ്ങനെ പറന്നു കിടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുടികൾ എവിടെ കണ്ടു കഴിഞ്ഞാൽ ആ ഹാളിനകത്ത് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ നീക്കം ചെയ്യുക. അങ്ങനെ മുടികൾ മറ്റുള്ളവർ കാണുന്നതും നമ്മൾ ഇത് ചെയ്യുന്നതും നമുക്ക് ദോഷമാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കി കളയുക. അതുപോലെ തന്നെ നമ്മൾ ഓടാത്ത ക്ലോക്കുകൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ, ഇതൊന്നും വീട്ടിൽ സൂക്ഷിച്ചു വെക്കാതിരിക്കുക. അതായത് ഹാളിനകത്ത് നമ്മൾ വെക്കാതിരിക്കുക. അത് അപ്പോഴേ നമ്മൾ വേസ്റ്റ് ആയിട്ട് തള്ളി നമ്മൾ എവിടെങ്കിലും നമ്മൾ ആക്രിക്കാർക്കോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൊടുത്തു കളയുക. നമ്മളെ വീട്ടിൽ അത് ഒരു കാരണവശാലും സൂക്ഷിക്കാൻ പാടില്ല. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഡംബരമായിട്ട് ചില ലാമ്പുകൾ അങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് നമ്മൾ മേടിച്ചു വെക്കുന്ന സംഭവങ്ങളോ ഉണ്ട്. അത് ചിലപ്പം ചീത്തയായി പോകും. നമുക്കത് ഇഷ്ടപ്പെട്ട സംഭവമായതുകൊണ്ട് നമ്മളത് ഒഴിവാക്കി കളയാൻ നമ്മൾ ശ്രമിക്കാറില്ല. പക്ഷെ അത് നമുക്ക് ദോഷമായിട്ട് ഭവിക്കും. അതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കി കളയേണ്ടതാണ്. ഇത്രയും ഒക്കെയാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വെക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചിലർക്ക് ഇത് അന്ധവിശ്വാസമായിട്ട് തോന്നാം, ചിലർക്ക് ഇത് വിശ്വാസമായിട്ട് തോന്നാം. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. ഓക്കെ.